ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പിശാചിനെ ഭയപ്പെടുന്നവരായിട്ട് മാറാതെ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മൾ സ്വീകരിച്ചിട്ട് ബന്ധനത്തിലും കെട്ടിലും പൈശാചിക പീഡയിലും ആവിചാരത്തിലും കൈവശത്തിലും വിശ്വസിച്ച് നാശത്തിലേക്ക് പോകുന്നവരായിട്ട് മാറാതിരിക്കുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നതോ കളിയാക്കുന്നതോ ഒന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പലരും ആഭിചാരത്തെക്കുറിച്ചും കൈവശത്തെക്കുറിച്ചും ബന്ധനത്തെക്കുറിച്ചും കെട്ടിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുറച്ചു നാൾ മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകും. ഞാൻ ലീവിന് വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതന് ഒരു ധ്യാന ടീമിൽ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് സഹായിക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്നെയും വിളിച്ചു. ഞാനും കൂടെ പോയി അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിലിരുന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അവിടെ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതന് എന്നോട് പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ ചേച്ചിയും ഞാനും കൂടെ മാറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബന്ധനങ്ങളും കെട്ടുകളും കിടപ്പുണ്ട്. ഞാൻ തകർന്നു പോകാൻ വേണ്ടി ആരോ ഇങ്ങനെ ആഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈവശം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചേച്ചി അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം, അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറ്റം വരും എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ഞാൻ സ്ത്രീകളിൽ നിന്നെല്ലാവരും പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ പുരോഹിതൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കും. അത് മാത്രമാണ് ഞാനിങ്ങനെ കൈവപ്പും പ്രാർത്ഥന മേടിക്കാറുള്ളത്. അങ്ങനെ ഈ ചേച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ്, ഈ ചേച്ചി ഒരിക്കലും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഇടവരുത്തരുത് എന്നിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ ചേച്ചി എൻ്റെ തലയിലേക്ക് കൈ വെക്കുവാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ഈ ചേച്ചി കൈ പിൻവലിച്ചിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഈ ചേച്ചി കസേരയിലിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ, ഇന്ന് എന്നെ സഹായിക്കാതിരിക്കരുത് എന്നിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഒത്തിരി സന്ദേശങ്ങൾ തരുവാൻ തുടങ്ങി. ഞാൻ ഈ ചേച്ചിയോട് ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ചേച്ചിയോട്, ഞാനൊരു പാവപ്പെട്ട ഒരു ശുശ്രൂഷകനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഫോൺ നമ്പർ തരാമോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുവാനുള്ള കാരണം, ഒരു സാധാരണക്കാരന് ഒരു വ്യക്തിയുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനമുണ്ട്, കെട്ടുണ്ട്, കൈവശമുണ്ട്, അല്ല ആഭിചാരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരെത്രമാത്രം നിരാശയിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് പകരം ക്രിസ്തുവിന്റെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രഘോഷിക്കുന്നതിന് പകരം ആഭിചാരം, കെട്ട്, കൈവശം, ബന്ധനം ഇതൊക്കെ പ്രഘോഷിച്ച് ദൈവജനത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പിയർ 2:10 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുമെന്നാണ് വചനം പറയുന്നത്. ഈ വചനമൊക്കെ പലരും മറന്നുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് പലതിൻ്റെയും മുമ്പിൽ മുട്ടുമടക്കുന്ന അവസ്ഥയിലൂടെയാണ് പലരും ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തി ഈശോയെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഏത് ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ പിന്നെ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചാൽ മതി. മാതാപിതാക്കന്മാരായിട്ടുള്ളവര് ഈ മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ നീ ആ വഴി പൊക്കോ എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിവിടുകയല്ല, അവരെ ചേർത്ത് പിടിച്ച് വീണ്ടും അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കും. ഇതിനെ കഴിഞ്ഞും എത്രയോ അധികം നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച ഈശോ നമ്മളെ ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നു പറയുമ്പോൾ അതിനുവേണ്ടി നാശത്തിലേക്ക് തള്ളിവിടുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരിക.
ഈശോയിൽ വിശ്വസിക്കുക. എൻ്റെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ കടന്നു വരുമ്പോൾ, ഞാൻ ഈ പറയുന്നത് പരിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. അല്ലാതെ കുമ്പസാരിക്കാതെ ഈശോയെ സ്വീകരിക്കാതെ അവിടെയും ഇവിടെയും നടന്നിട്ട് ബന്ധനമാണ്, കിട്ടകളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവര് അവരങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. നമ്മൾ ഈശോയെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഒരു പരിഹാരം എന്ന് പറയുന്നത് വിശുദ്ധ കുമ്പസാരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു പരിഹാരവും ഇവിടെ ഈ ഭൂമിയിൽ ചെയ്യാനില്ല. നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ നമ്മൾ ദൈവിക വരപ്രസാദത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളെ നയിക്കുവാൻ തുടങ്ങും. ഞാനെപ്പോഴും സംസാരിക്കുന്ന, അല്ലെ എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്, നീ എവിടെ വേണേലും പോയി പ്രാർത്ഥിച്ചോ, ഏത് പിശാചിന്റെ കൂട്ടി വേണേലും പ്രാർത്ഥിച്ചോ, പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ വിശുദ്ധ കുമ്പസാരം നടത്തി ദൈവിക വരപ്രസാദത്തിലാണെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു പിശാചും നിന്നെ തൊടുകയില്ല എന്നാണ് എനിക്ക് ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും അവിടെ ഇവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ പറയുന്നവരൊന്നും കേട്ട് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. പലരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവരങ്ങനെയാണല്ലോ പറഞ്ഞത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. നമ്മളോട് ഒരാൾ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ആഭിചാരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കൈവശം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുവാൻ തുടങ്ങും. എന്നോട് ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആഭിചാരം ചെയ്യുന്നവർക്കും ജീവിക്കണം. കാരണം എനിക്കെതിരെ ഒരാൾ ആഭിചാരം ചെയ്യുവാൻ വേണ്ടി കാശ് കൊടുക്കുമ്പോൾ അവരുടെ കുടുംബം മുൻപോട്ട് പോകുന്നു. അതുപോലെ എനിക്ക് വേണ്ടി ആഭിചാരം ചെയ്ത ഒരു കുടുംബം മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയൂ. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച പൊന്നുതമ്പുരാനാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എന്നിൽ വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിച്ച് നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളെ ഒരു പിശാചും നിങ്ങളെ തൊടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ മാത്രം വിശ്വസിക്കുവാൻ, ഈശോയെ മാത്രം പ്രഘോഷിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശത്തിലേക്കല്ല, നിത്യജീവനിലേക്കാണ്, നിത്യരക്ഷയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി ഈശോയെ മാത്രം ധ്യാനിക്കുവാനും, ഈശോയെക്കുറിച്ച് മാത്രം ധ്യാനിക്കുവാനും, ഈശോയിൽ മാത്രം വിശ്വസിക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.